പ്രിയ കുടുംബക്കാരെ, നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എവിടേക്കാണ്? മണ്ഡല ടോപ്പ്, അതായത് നമ്മുടെ ദിറാങ് ടൗൺ, സെൻട്രൽ ടൗണിൽ നിന്ന് അതായത് 34 കിലോമീറ്റർ മുകളിലേക്കുള്ള ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇത് ഹിൽ സ്റ്റേഷൻ എന്നല്ല പറയുന്നത്, ഇതാണ് സമുദ്രനിരപ്പിൽ നിന്നും 10,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു ഹിൽ ടോപ്പാണ് അല്ലേ ഞാൻ ഉറങ്ങത്തിലായിരുന്നു. ഇപ്പോൾ ഉണർന്ന് വരുന്നതേ ഉള്ളൂ അല്ലേ? എന്ന് പറഞ്ഞാൽ ഹായ് പറഞ്ഞ എല്ലാവർക്കും ഞങ്ങൾ കേൾക്കട്ടെ. ഞാൻ പറയുന്ന ജസ്റ്റിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എവിടെ ഇരുന്ന് പറഞ്ഞു, അതാ പിന്നെ നാട്ടിൽ പോയി കിടന്ന് തുടങ്ങിയാൽ പോലെ. ഗൈസ്, ഈ കാഴ്ചകളൊക്കെ നമ്മൾ കാണാനായിട്ടാണ് വരുന്നത്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം, അല്ലെങ്കിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യങ്ങളാണ് നമ്മളിപ്പോൾ അനുഭവിക്കുക. അറ്റ്ലീസ്റ്റ് ഞാനൊക്കെ അനുഭവിക്കുന്നത്. കാരണം അതിന്റെ പിന്നെ കുറെ സ്ട്രെയിനും റിസ്ക്കും ഒക്കെ ഉണ്ട്, ഒരുപാട് സാക്രിഫൈസസ് ഉണ്ട് സ്റ്റിൽ. അപ്പോൾ നമ്മൾ പോകുന്നത് മണ്ഡല ടോപ്പിലേക്കാണ്. കുറച്ച് ചില നല്ല കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഇനിയും ഇവിടെ നിന്ന് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന പോയിന്റ് നിന്ന് ഒരു 15ഓളം കിലോമീറ്റർ മുകളിലേക്ക് പോകണം. എന്റെ മൂക്കടഞ്ഞു, ചെവി അടഞ്ഞു കഴിഞ്ഞു. ഇയാൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് എനിക്ക് അറിയില്ല. ഇന്ന് സൺബ്രോ നമ്മുടെ മുകളിലുണ്ട് കൂടെ, ഒപ്പം മഴക്കാറുകളും വരുന്നുണ്ട്. നിങ്ങൾ തന്നെ എന്താ കാഴ്ചകളല്ലേ. ഓൾറെഡി സ്നോ മൂടൽ മഞ്ഞ് കെട്ടുന്നുണ്ട് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മതി വരുന്നില്ല. എങ്ങനെയാണ് അയാൾ പിന്നിലിരുന്ന് ഉറങ്ങുന്നതെന്ന് എനിക്ക് അറിയില്ല. എന്ത് കണ്ടിട്ടാണ് ഉറങ്ങുന്നതെന്ന്. എനിക്ക് ജീവിതത്തിൽ സന്തോഷം തോന്നിയ ഗൈസ്, ഞാനിവിടെ റുബുൽ ഭായോട് പറയുന്നുണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ ഈ സൈറ്റ് സീയിങ് അല്ലാതെ. റുബുൽ ഭായ് നോക്കിയിട്ട് പറയാമെന്ന് പറയുന്നുണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഈ മനുഷ്യൻ ഇപ്പം മുത്താണ്. റുബുൽ ഭായ് आप हमारे पोल है, पोल मुत मतलब पोल, हम मलयालम में मुत्तु बोलता है. हमें आदमी को बहुत बड़ा पसंद आया तो नहीं इसको बोलते हैं तुम मेरा मुत्त है. मुत्त मतलब मुझे उसको बहुत पसंद है. अब हमारा मुत्त है भाई, मुत्त है ഗൈസ്. സീരിയസ്ലി ആ ഹോട്ട് സ്പ്രിങ് തേഞ്ഞ് തള്ളി അതിനുശേഷം പുള്ളി കൊണ്ട് കാണിച്ചത് അതിനു മുന്നേ നമ്മുടെ ചൂബ് വാലി നൈസ്, ഒരു ഫസ്റ്റ് ക്ലാസ്. അതിനു മുന്നേ ഫുഡ് കഴിക്കുമ്പോൾ ഹോം സ്റ്റേ. എന്റെ പിന്നെ ഹോം സ്റ്റേയില് 6 ചപ്പാത്തി, വെജിറ്റബിൾ കറി എന്നല്ല കേട്ടോ, സബ്ജിയാ. ചെറുപയറുണ്ടായിരുന്നു, പിന്നെന്താ പറയാ, ഉരുളക്കിഴങ്ങുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു വേറെ എന്തൊക്കെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു. എനിക്ക് എന്തൊക്കെ വെജീസ് ഉണ്ടായിരുന്നു, 3-4 ടൈപ്പ് വെജീസ് കറി, ഓംലെറ്റ്. എന്റെ പൊന്നെ എന്ത് നല്ല ഫുഡാണെന്നറിയോ. നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ലഞ്ചിന് ആവശ്യമില്ല. അപ്പൊ ഈ മനുഷ്യനെ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ മുത്തല്ലേ, ലവ് യു ബൈ, ലവ് യു. നിങ്ങൾ നോക്ക്, നിങ്ങൾ തന്നെ കാഴ്ചകൾ നോക്ക്. കാണുന്നുണ്ടോ രാമേ? എനിക്കറിയില്ല കഴിച്ച് അയാൾ കാണുന്നുണ്ടോ, പക്ഷെ എനിക്ക് സന്തോഷമാണ്. എനിക്കിനി റുബുൽ ഭായി കൊണ്ട് എന്തെങ്കിലും എന്താ പറയാ, ഇവിടെ രാവിലെ നമ്മൾ നാളെ രാവിലെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് റുബുൽ ഭായി. പോകുന്ന വഴിക്ക് ഒരു 10-15 ഒരു മണിക്കൂറായാലും ഞാൻ സൈറ്റ് സീയിങ്, ഞാൻ ബിൽഡിംഗ് ആണ്. കാരണം എന്തെങ്കിലും ട്രക്കിങ്ങോ അല്ലെങ്കിൽ വെള്ളത്തിലിറങ്ങി നീന്താനോ. ഗൈസ് നോക്കൂ ഗൈസ്, വാവ് ഗൈസ്, എന്ത് രസോ ഗൈസ്. റുബുൽ ഭായി ജാക്കറ്റൊക്കെ സെറ്റാണ്. പുള്ളി ആ ജാക്കറ്റൊക്കെ ഇട്ടാണ് വരുന്നത്. സ്പീച്ച്ലെസ്. ഭൂമിയിലെ സ്വർഗ്ഗങ്ങളിൽ ഒന്ന് ഇതൊക്കെ തന്നെയാണ് ഗൈസ്. ഞാൻ പോകുന്ന സ്ഥലങ്ങൾ മാത്രം സ്വർഗ്ഗം എന്ന് പറയുന്നതല്ല, ഇനി ഞാൻ പോകാൻ ഒരുപാട് സ്വർഗ്ഗങ്ങൾ ബാക്കിയുണ്ട് ഭൂമിയിലെ. മുകളിലേക്ക് പോകാൻ എനിക്കൊരു പ്ലാനും ഇല്ല. ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാകുന്നു കേട്ടോ വീണ്ടും. അപ്പോൾ അതാണ് കാര്യം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ മോസ്റ്റ്ലി സൈറ്റ് സീയിങ് ആണ്. മേഘാലയ വെച്ച് നോക്കുമ്പോൾ ആക്ടിവിറ്റീസ് കമ്മിയാണ്. പക്ഷെ ഞാൻ ആക്ടിവിറ്റീസ് മിസ്. ഞാനിപ്പം റുബുൽ ഭായി ചെറുതായി എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഇവിടെ ഒപ്പിക്കും, അത് വേറെ സ്റ്റോറി. നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. നിങ്ങൾ കാഴ്ചകൾ കാണും ഗൈസ്. ഇതൊരു എന്റെ അമ്മോ എന്ത് രസമോ ഗൈസ്. ഇത് ഡിസംബർ, ഇത് നവംബർ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ മഞ്ഞ് വീഴുന്ന പറയുന്നത് കേട്ടോ. ഞാൻ കണ്ടോട്ടെ ഗൈസ്, അതിന്റെ വ്യൂ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇത് കാണാൻ വേണ്ടി പോവാ ഗൈസ്. എന്താ പറയുക, ക്ലൈമറ്റ് മാറി തുടങ്ങി. നമുക്കിനി 10 കിലോമീറ്റർ മണ്ഡല ടോപ്പിലേക്കുണ്ട്. അവിടെ ഈസ്റ്റേൺ ഹിമാലയത്തിൻ്റെ വ്യൂസ് വരുമെന്നാണ് പറയുന്നത്, അറിയില്ല. പക്ഷേ മൂടൽമഞ്ഞ് നിറഞ്ഞു. ഞാൻ എക്സൈറ്റഡ് ആണ്. മറ്റന്നാളാണ് ബൊംല പാസ് പോകാൻ വേണ്ടി ഇരിക്കുന്നത്. നാളെ തവാങ്ങിന്
ഇനി സംഗി വാലി പോയിട്ട് നാളെ തവാങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ ഒരു തുക്ക കഴിക്കണം. കുറേ പ്ലാനുകളുണ്ട്. നമുക്ക് നോക്കാം മേളിലെ കാഴ്ചകൾ എന്താണെന്ന്. ഗൈസ് ഇനി മണ്ഡല ടോപ്പിലേക്ക് ഏതാണ്ട് 6 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടുന്ന് കാണുന്ന ആ ഒരു താഴേക്കാവുന്ന വ്യൂസാണ്. ഇവിടെ നിന്ന് ഞാൻ ബൈക്കിൽ വരാക്കുന്നത് നല്ലത് കേട്ടോ. എന്താണ് കാര്യം, നമുക്കൊന്നും കാണാൻ പറ്റില്ലടാ. ആർമി കോൺവോയ്സ് ഉണ്ട് കേട്ടോ. വേണ്ടേ आर्मी कोई बॉर्डर कुछ भी है भाई? जाएगा ना भूटान में लेगा. भूटान ഗൈസ് ഇതൊരു ഗൈസ് നോക്കിയേ നിങ്ങൾ, ആർമിയുടെ വലിയൊരു ക്യാമ്പുണ്ട് ഗൈസ്. നമ്മൾ ഈ റോഡ് ഡയറക്റ്റായിട്ട് പോകുന്നത് ആ ഭൂട്ടാൻ ബോർഡറിലേക്കാണെന്നാണ് എന്താ പറയുക നമ്മുടെ രൂപൽ ഭായി പറയുന്നത്. इसी से भूटान बॉर्डर कितना दूर होगा भाई? 50 किलोमीटर. 50 किलोमीटर. जिस നോക്കിയേ ശരിക്കും നമ്മൾ ഭൂട്ടാൻ ബോർഡർ 50 കിലോമീറ്റർ മാറിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. വാച്ച് ടവേഴ്സും ഒക്കെ ആയിട്ട് കുടുംബക്കാരെ നമ്മൾ ഈ തവാങ് റീജിയനിൽ പോകുമ്പോൾ മണ്ഡല ടോപ്പ് ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ പറയാം. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. കാണുന്ന കാഴ്ചകളൊക്കെയും ഭയങ്കര മനോഹരമാണ്. നമ്മൾ എത്ര മണിക്ക് തുടങ്ങിയാണോ പോയി? എത്ര മണിക്ക് ഞങ്ങൾ തുടങ്ങി പോയാൽ നോക്കുന്നില്ല. ऊपर भाई हमारा दिरांग से इधर तो ऊपर तक जाने के लिए कितना टाइम लगेगा भाई? 1 घंटा दिरांग से? हाँ 1 घंटा 20 मिनट. हाँ പുള്ളി പറഞ്ഞത് 1 മണി 28 കിലോമീറ്റർ. ആ ഇത് 30 കിലോമീറ്റർ മാപ്പിനെ പോയിട്ട് 28 കിലോമീറ്റർ പുള്ളി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 1 മണിക്കൂർ 20 മിനിറ്റ് ബ്ലോക്കൊന്നും ഇല്ല എങ്കിൽ. പക്ഷേ അപ്പോൾ അങ്ങോട്ടും ഒരു 3 മണിക്കൂർ ഒരു 4 മണിക്കൂർ നമ്മൾ കൂട്ടിയാൽ പോലും ഗൈസ് വാത്ത് വിസിറ്റാണ്. ഒക്കെ നമ്മൾ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്? എൻ്റെ വാക്കുകൾ നെഗറ്റീവായിട്ട് നിങ്ങൾ എടുക്കേണ്ട. ഞാൻ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് പറഞ്ഞു പോയതാണ്. പക്ഷേ നല്ല നല്ല കാഴ്ചകൾ ഗൈസ്. ഉച്ചയ്ക്ക് 12:05 ഇപ്പോൾ ആയിട്ടുള്ളത്. ഇതാണ് ഇവിടുത്തെ വ്യൂ ഗൈസ്. ഈ വീഡിയോ നിങ്ങൾ മണ്ഡലാവിൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങൾ ഞങ്ങളുടെ കോൺവെർസേഷൻ കേൾക്കുന്നുണ്ടാകും. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഐനയില്ലാത്ത പല സ്ഥലത്തേക്ക് ഞങ്ങളെ ഈ റൂബൽ ഭായി കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ അതിന് മുന്നേയുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏജൻസി ചോദിച്ചുകൂടെയാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. നിങ്ങൾ ഏജൻസിയുടെ നമ്മുടെ റെഫറൻസ് ആയിട്ട് വെച്ചോ, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ റൂബൽ ഭായി നിങ്ങൾ എന്നെ പേഴ്സണലായിട്ട് പിങ് ചെയ്യാം. ഞാൻ റൂബൽ ഭായിയുടെ നമ്പർ തരാം. പുള്ളി 20 വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നതാണ്. ഈസ് ഡ്രൈവിംഗ് 20 years. അപ്പോൾ 20 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ കാണുന്ന വീഡിയോസിലെ ഓരോ സ്ഥലങ്ങളും നിങ്ങൾ കാണും. ഏജൻസി നല്ലതാണ്. കാരണം നോർത്ത് ഈസ്റ്റ് മാജിക്കൽ എസ്കേപ്പ് വണ്ടർഫുൾ ഏജൻസിയാണ്. പക്ഷേ അതിന് മേളിലാണ് ഇവരുടെ ഡ്രൈവർ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ കോട്ട് കമ്പാരിസൺ നടത്തി നിങ്ങൾ മെച്ചം നിർത്തിക്കൊണ്ട്. കാരണം പുള്ളിയുടെ ഗസ്റ്റിനെ നിർത്തിയ ഹോം സ്റ്റേ ഞാൻ കണ്ടതാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പിന്നെ തൊട്ട് മുന്നേ ഇട്ടിട്ടുമുണ്ട്. നിങ്ങൾ നോക്കി അത്രയും നല്ലൊരു വ്യൂ നമ്മൾ എന്തിനെ കൊണ്ട് കളയുന്നേ? മണ്ഡല ടോപ്പ് ഗൈസ്. നമ്മൾ മണ്ഡല ടോപ്പ് ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററാണ്. നമ്മൾ അവിടേക്ക് പോവുകയാണ് ഗൈസ്. എൻ്റെ അമ്മോ 108 സ്തൂപാസ് ഗൈസ്. പൂച്ചയാണ് ഗൈസ്. നമ്മളിപ്പോൾ മണ്ഡല ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് നിങ്ങൾ കാണാം. ഇവിടെ വന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഒക്കെ നിങ്ങൾ കാഴ്ചകൾ കാണും ഗൈസ്. പുതുതായിട്ട് ഞങ്ങൾ വീഡിയോ കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ കുടുംബാംഗങ്ങളാണെങ്കിൽ കുടുംബത്തിലേക്ക് സ്വാഗതം. ഉച്ചയ്ക്ക് 12 ഗൈസ്. നിങ്ങൾ നോക്കി ഒരു കാര്യം കാട്ടിത്തരാം ഗൈസ്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇത് ഗൈസ്. എന്താ വ്യൂ നോക്കി. ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കാം. അങ്ങോട്ട് ഫോട്ടോ എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മണ്ഡല ടോപ്പിൻ്റെ ആ ഒരു മോൺസ്റ്റർ
ഇതാണ് എൻട്രി. ഇവിടെ എൻട്രി ഫീസോ വേറൊന്നും നോക്കുക നിങ്ങൾ. ഇത് 10,000 അടി സമുദ്രത്തിൻ്റെ പിന്നെ 10,000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ ടോപ്പാണ്. നിങ്ങൾ കണ്ടാൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ നോക്കുന്നുണ്ടോ ഇതിൻ്റെ നിങ്ങൾ താഴെ നോക്കി. ഇതെന്താണെന്ന് വെച്ചാൽ സ്പോൺസർഡ് വിത്ത് അപ്ക, അതായത് 108 ഫാമിലീസാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ പിന്നെ കാണുന്ന ഓരോ സ്തൂപാസും ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള 108 ഫാമിലീസ് സ്പോൺസർ ചെയ്ത സ്തൂപാസാണ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിസത്തിലെ ഈ ഫൈനലായിട്ടൊരു അച്ചീവ്മെൻറ്റ്, നമ്മുടെ ഈ ഡെല്യൂഷൻസോ പിന്നെന്താ പറയുക, നമ്മുടെ കുറേ 3 പോയിന്റ്സ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഭൂമിയിലെ ഡിസയർ, ഡെല്യൂഷൻസ്, പിന്നെ വേറെ ഒന്നുകൂടിയാണ്. അതായത് ഇത് 3 ഓവർകം ചെയ്ത് നമ്മൾ ഫൈനൽ പ്യൂരിറ്റിയിലേക്ക് അച്ചീവ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് എൻ്റെ മുഖത്തേക്കാൾ കൂടുതൽ, ഞങ്ങളുടെ മുഖത്തേക്കാൾ കൂടുതൽ ഇത്തവണ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ ഈ ചുറ്റുമുള്ള കാഴ്ചകൾ കാണാനാണ്. ഞാൻ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യനുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഓരോ ചിന്തകൾ, അതൊക്കെ എന്താ പറയുക, വലിയ വലിയ ആഗ്രഹങ്ങൾ, അതൊക്കെ വെടിഞ്ഞ് നമ്മൾ പീസ് അതിലേക്ക് പോകുന്നതാണ് തോന്നുന്നു. അത് തമാശ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോഴും ഷോർട്സിൽ തന്നെയാണ്. ഞങ്ങളിത് ഇപ്പോഴും ഷോർട്സിലാണ് ഗൈസ്. ഞങ്ങൾക്ക് എന്താണെന്നില്ല, ഞങ്ങൾക്കത് കംഫർട്ടബിളാണ്, ഞങ്ങളതിൽ ഹാപ്പിയാണ്. എന്തായാലും ഇതിലിപ്പോൾ 32 സ്തൂപാസ് ആയിട്ടുണ്ട്. കൽക്കെട്ടുകളാണ്. നമ്മൾ താഴേക്ക് പോയിട്ട് നമ്മൾ തിരിച്ച് കറങ്ങി വരും. നമുക്ക് മുകളിലേക്ക് പോകണം, നമ്മൾ പോകുന്നുണ്ട് ബുദ്ധൻ്റെ മുകളിലേക്ക്. പക്ഷെ വ്യക്തിപരമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. ഇവിടെ വാച്ച് ടവർ എന്തൊക്കെയോ ഉണ്ട്, അത് കയറി പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് നോക്കാം, താഴേക്കൊന്ന് ഇറങ്ങാം. ഇത് വരാതിരുന്നെങ്കിൽ വലിയ നഷ്ടമായതിന്. എൻ്റെ പൊന്ന് കുടുംബക്കാരെ, തണുത്ത് വിറച്ചിട്ട് പാടില്ല. മഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ, ഇതൊന്നും മഞ്ഞല്ല. അതെ, നാളെയാണ്. ഓ വാട്ട് എ ബ്യൂട്ടി ഗൈസ്. ഇതിപ്പോൾ 47 ആയിട്ടുള്ളൂ. നമുക്ക് ഇനി നമ്മൾ അതിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഈ പുള്ളി പറഞ്ഞിട്ടില്ല, ഈ 28 കിലോമീറ്റർ വരാനായിട്ട് നമ്മൾ ഏതാണ്ട് ഇത്ര മണിക്കൂർ എടുത്തേ, 1.5 മണിക്കൂർ. തിരിച്ചു പോകുന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കയറുന്നുണ്ട്. സോ എൻ്റെ ഇത് ഒരു മാസ് വിസിറ്റുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഭയങ്കര പീസ്ഫുള്ളാട്ടോ. അവിടേക്ക് എന്തൊക്കെയുണ്ട് എനിക്ക് കാണുന്നുണ്ട്. ഇതാണ് ഇതിന് കണ്ണാടി വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ബോഡി തണുപ്പിനോട് ഫാമിലറൈസ് ആയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മളെത്ര 75 സ്തൂപാസായിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് പോകണം കഴിച്ച്. അപ്പോൾ അത് എന്താ പറയുക കൂട്ടുകാരെ, നമ്മൾ എന്താ പറയുക, കുടുംബക്കാരെ നമ്മൾ എന്താ പറയുക, പോകണം, മേളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഡ്യൂറേഷൻ വന്ന് loving memory of Ruja from പേരുകളൊക്കെ കണ്ടു. ഇതൊരു ബുദ്ധിസം അല്ലെങ്കിൽ ഒരു ടിബറ്റൻ. ഇവിടെ ഇതൊരു ഇത് വന്നിട്ട് നമ്മുടെ ഭൂട്ടാൻ ബോർഡറിൽ നിന്ന് 50ഓളം കിലോമീറ്റർ മാറി എന്നാണ് പറയുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. 98 ഞാൻ ഇവിടെ ഒരു ഫോട്ടോ എടുക്കാം. നമ്മളപ്പോൾ ഈ മെയിനായിട്ടുള്ള ഈ ബുദ്ധ സ്തൂപത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മുകളിലേക്ക് കയറാൻ പറ്റും, നമ്മൾ കയറുന്നുണ്ട്. നിങ്ങൾ തന്നെ നോക്കി, ഞങ്ങൾ വന്ന വഴികളാണ്. ബുദ്ധം ശരണം വെച്ചാണ് ഇത്. ഇതൊരു ഗൈസ് എനിക്ക് ഞാൻ സ്പീച്ച്ലെസ് ഗൈസ്. അത് നമുക്ക് റൗണ്ട് ചെയ്ത് നമുക്ക് പോകാം. നിങ്ങൾ നോക്കി കൈ പോകാനായിട്ട് എന്താ വെച്ചെന്ന് വെച്ചാൽ എനിക്ക് തണുപ്പ് ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു താൻ കാര്യം ചെയ്യും, കൈ മടക്കി വെച്ച് തുടങ്ങി. പോക്കല്ലേക്ക് ഞാൻ എനിക്ക് ഒരു കയ്യിലെ പോക്കറ്റിലേക്കാൻ തോളൂ. അയാളുടെ കൊണ്ട് കൈ കാണിക്കുക. അകത്തേക്ക് കയറാനുള്ള ക്ലോസാണ് കേട്ടോ.
ഡിഫറെൻറ്റ് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കഴിച്ച് വേറെ ലെവൽ. പക്ഷെ നല്ല രസമുണ്ട്, ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. നമുക്കിനി സ്റ്റെപ്പ് കുറേ പറഞ്ഞിട്ട് പോകുന്നത്. നമുക്കൊരു കുറച്ചധികം നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ബുദ്ധ സ്റ്റാച്യു. എടുക്കാം പോവാം, പക്ഷേ ഒരു കാര്യം തണുത്ത മലയിലൊക്കെയുണ്ട്. നമ്മൾ തുടങ്ങുമ്പോൾ തണുപ്പ് കാണാത്ത, സാധാരണ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ തണുപ്പില്ല, പക്ഷെ അത് കഴിയുമ്പോൾ തണുപ്പൊക്കെ തുടങ്ങാം. അങ്ങനെ ഞാൻ താഴെ വന്നിട്ട് ചേട്ടനെ ഫോട്ടോ എടുക്കാറ്, ചേട്ടൻ അവിടെ മണ്ടൊക്കെ ചെയ്തിട്ട് ഹായ് ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതാ ബുദ്ധൻ്റെ പ്രതിമയുടെ കീഴെ വന്ന് ഫോട്ടോ എടുക്കാനുള്ള ചേട്ടൻ്റെ ആഗ്രഹം നമ്മളങ്ങനെ സാധിച്ചു കൊടുത്തിരിക്കുകയാണ് ഗൈസ്. എന്താ അല്ലേ ചേട്ടൻ്റെ ഓരോരോ കുട്ടി കുട്ടി കുസൃതികളായിട്ട് നമുക്കിതിനെ കാണാം കുട്ടികളെ. ഗൈസ് തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ പിള്ളാരെ, തണുപ്പ് ഇത് ഒരു തുടക്കം മാത്രമാണ് എന്നതാണ് എന്താ പറയുക, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇനി അങ്ങോട്ട് ഇത് തന്നെ ആയിരിക്കും. ഇത് ഉച്ചയ്ക്ക് 12-12:30 ഇതാണ് അവസ്ഥ എങ്കിൽ ഒരു 3-4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിന് എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ. പിന്നെ നാളെ നമ്മൾ തവാങ്കിലേക്കാണ് പോകുന്നത്. തവാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്നോ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഓ മൈ ഗാഡ്, ഞാൻ ജീവിതത്തിൽ ഇതുവരെ സ്നോ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടെന്നല്ലാതെ അടുത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് തവാങ്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെന്താ പറയുക, ഇവിടെ മഞ്ഞ് വീഴുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്, പക്ഷേ മഞ്ഞില്ല. ഓ മൈ ഗാഡ്, എൻ്റെ മൂക്കൊക്കെ ചുമന്ന് കുട്ടികളെ. എന്താ പറയുക, കഴിഞ്ഞ ദിവസം നമ്മൾ ഗുവാഹത്തിയിലായിരുന്നപ്പോൾ ഞാൻ മുഴുവൻ കരിഞ്ഞായിരുന്നു നിന്നിരുന്നത്, ഫുൾ കറുത്ത്. ഇപ്പം ഞാൻ ഫുൾ ചുമന്നു. എന്താ പറയാ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ മുൻല പീക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യൂ പോയിൻ്റ് ഇവിടെ കൊണ്ട് കഴിഞ്ഞു. ഇവിടെ ഒരു 108 സ്തൂപങ്ങളുടെ ആ ഒരു സംഭവമാണുള്ളത്. പിന്നെ ആ ഒരു വ്യൂ പോയിൻ്റ് ഇവിടെ നിന്ന് 108 കിലോമീറ്റർ മാറിയിട്ടാണ്, അല്ല 108 സോറി, ഇവിടെ നിന്ന് 50 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഈ ഭൂട്ടാൻ ബോർഡർ ചെയ്യുന്നത്. ഇത് ബുദ്ധൻ സ്റ്റാച്യൂൻ്റെ പിന്നില സൈഡാണ്, നിങ്ങൾ ബാക്ക് സൈഡാണ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ നിന്നാണ് എൻട്രി വരുന്നത്. എൻ്റെ പെർസ്പെക്റ്റീവിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഞാൻ അരുണാചൽ വരുമ്പോൾ മസ്റ്റ് വിസിറ്റ് നമ്മൾ തവാങ് ബാക്കിയുള്ള റീജിയൻസൊക്കെ പോകുന്ന പിന്നെ. പക്ഷേ ഓവറോൾ നൈസാണ്. നിങ്ങൾ വരിക, ഡിറാങ്ങിൽ നിന്ന് ഒരു 28 കിലോമീറ്റർ അല്ലെങ്കിൽ 30 കിലോമീറ്റർ നേരത്തെ പറഞ്ഞത് അത്രേ വരുന്നുള്ളൂ. ഒരു 1.5 മണിക്കൂർ ഡ്രൈവാണ് വരുന്നത്. എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഗൈഡൻസ് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾക്ക് പറ്റുന്നില്ല, കുറേ ലോക്കൽ കോൺടാക്ട്സ് ഞങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. ലോക്കൽസ് അത്ര ഹെൽപ്ഫുൾ അല്ല, ബട്ട് എന്നാൽ പോലും അതാണ്. തൻ്റെ അഭിപ്രായം എന്തുവാ ലോക്കലിനെ കുറിച്ചോ സ്ഥലത്തെ കുറിച്ചോ? ഈ സ്ഥലത്തെക്കുറിച്ച്. ഓക്കെ, സ്ഥലത്തെക്കുറിച്ചാണെങ്കിൽ ഇത് മസ്റ്റ് വിസിറ്റ് ആണ് ചേട്ടൻ പറഞ്ഞതുപോലെ. കാരണം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ഇവിടെ ഇഷ്ടംപോലെ മൊണാസ്ട്രീസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഏതൊക്കെ വിസിറ്റ് ചെയ്യണമെന്ന് നമ്മളുടെ ചോയ്സാണ്. ഇവിടെ നേരത്തെ പോയ മൊണാസ്ട്രീനേക്കാളും കുറച്ചും കൂടി കാണാനുണ്ട്. നമുക്ക് നടന്ന് കാണാനുള്ള കുറേയധികം 108 സ്തൂപങ്ങൾ, അതൊക്കെ നമുക്ക് നടന്ന് കാണാനുള്ള ഇതുണ്ട്. അതൊരു ഡിഫറെൻ്റ് ആണ്, മുമ്പേ കണ്ടതിനേക്കാളും ഡിഫറെൻ്റ് ആണ്. പിന്നെ ലോക്കലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു അഭിപ്രായമൊന്നുമില്ല. അവർ നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണില്ല. പോലീസുകാരാണെങ്കിൽ പോലും നമ്മളൊന്ന് കഴിയുമ്പോൾ ഓ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, ഇൻട്രൂഡറിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ നമ്മൾ മേഘാലയയിൽ ഒരുപാട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അവിടുത്തെ ഒരുപാട് പോസിറ്റീവ് എക്സ്പീരിയൻസ് ചെയ്ത് വന്നോണ്ടാവും. കമ്പയർ ചെയ്യാൻ പറ്റില്ല അവിടുത്തെ ആൾക്കാർ. പോലീസുകാരുടെ അടുത്തൊക്കെയാണ് നമ്മൾ വഴിതെറ്റിപ്പോയി നമ്മൾ വഴി ചോദിച്ചു കഴിഞ്ഞാൽ അവര് വളരെ പൊളൈറ്റായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ ആൾക്കാർ നമ്മളെന്തോ അവരുടെ എന്തോ വാങ്ങി വെച്ചിരിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. 2 ദിവസം ആയിട്ടുള്ളൂ, ബാക്കി ദിവസം എങ്ങനെയാണെന്ന് കണ്ടു. കാര്യം ഇത് ഇയാൾ ഒരു കാര്യം പറയാം, ഇവിടുത്തെ പ്രത്യേകം ഇത് കമ്മ്യൂണിറ്റി ബിൽഡാണ്. കാരണം 108 ഫാമിലീസ്, ഞാൻ പറയാം വീഡിയോയിൽ ആദ്യമല്ല 108 പേരുടെ ഡൊണേഷൻ കൊണ്ട് ഉണ്ടാക്കിയതാണ് സംഭവം. സോ ഭയങ്കരമായ പോസിറ്റീവ് എനർജി ഉണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതല്ല. പുള്ളിക്കാരൻ ഇവിടുന്ന് ഭൂട്ടാൻ ബോർഡർ 50 കിലോമീറ്റർ മാറിയെന്ന് പറയുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നതായിരുന്നു. ഇതുവരെ തീരുമാനിച്ചിട്ട് സമയമില്ല. ഇപ്പോൾ തന്നെ ഓൾറെഡി 12:30 മണിയായി.
നമുക്ക് തിരിച്ചിറങ്ങാൻ തന്നെ 1:30-2 മണിയോ താഴെ എത്തുമ്പോൾ പിന്നെ അവിടെ നിന്നൊരു 2-2:30 അല്ലേ, അറിയില്ല നമുക്ക് എങ്ങനെ സംഭവം, നമുക്ക് നോക്കാം. അവ എന്തായാലും തൽക്കാലത്തേക്ക് ഇത്ര മാത്രം. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം ഗൈസ്, ലവ് യു ഓൾ. നിങ്ങൾക്ക് ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ബൈ ബൈ. ഓക്കെ, ചോദിച്ചോ. ഉള്ളത് ഹോം സ്റ്റേസ് ആണ്. പോടാ, പൊടിഞ്ഞിരിക്കുന്നതല്ല, മഴ നനഞ്ഞിരിക്കുക. മുകളിൽ നോക്ക്, പൊടിഞ്ഞിരിക്കുക, വേണ്ട, മുകളിൽ നോക്ക്, പൊടിഞ്ഞിരിക്കുകയാണ്. ഗായ്സ്, ഇവിടുത്തെ പട്ടികളാണ് ഈ കാണുന്നത്. നിങ്ങൾ ഇതുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ, ഇതെന്തോ ഇത്, സിംഹത്തിനെ പോലെ അടിക്കണില്ലേ? സിംഹമല്ല, ഒരു കുട്ടി സിംഹത്തെ പോലെ അടിക്കണേ. എത്ര എണ്ണങ്ങളാ അത് സിംഹമടിയിലൊരു പൂച്ചക്കുട്ടി. കൊള്ളാലോ, എന്തോ തിന്നാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നോക്കിയിരിക്കാൻ കേട്ടോ. അത് പൂച്ചക്കുട്ടി കൊള്ളാലോ. ആ വേറെ ഉണ്ട് എന്തായാലും കൊള്ളാം. അയ്യോ, ഇങ്ങോട്ട് വരുന്നു, ഞാൻ പോട്ടെ. ഓടിക്കോ, എനിക്ക് ഈ സാധനം പണ്ടേ പേടിയാണ്. നമ്മുടെ ബായി അവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ കയറുകയാണ്. നമ്മൾ സൈൻ ഓഫ് ഒക്കെ പറയട്ടോ, എന്നിട്ട് പിന്നെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതും കൂത്തി കയറ്റും. അതുകൊണ്ട് ഞങ്ങൾ സൈൻ ഓഫ് പറയുന്നത് കേട്ട് നിങ്ങൾ നിർത്തിപ്പോകല്ലേ. അതാ ഇതാ നമ്മൾ വന്ന വഴികളാണത്. നമ്മൾ ഇനി തിരിച്ച് ഇറങ്ങുന്ന വഴിയാണ്. ഈ ഇറങ്ങുന്ന വഴിക്ക് ഇതാണ് കാണുന്നത്. നമ്മൾ ഈ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന പോലെയാണ്. നമ്മളിപ്പോൾ 2 കിലോമീറ്റർ താഴേക്ക് വന്നപ്പം മഞ്ഞൊക്കെ മാറി തുടങ്ങി. താഴേക്ക് പോകുന്നതും സൺലൈറ്റാണ്. ഇവിടെ ആർമിയുടെ വലിയൊരു ബറ്റാലിയൻ അല്ലെങ്കിൽ വലിയൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് കേട്ടോ. എത്ര ആർമി വണ്ടികളൊക്കെ കിടക്കുന്നത്. ഈ ഭൂട്ടാൻ ചൈന ബോർഡറിൻ്റെ ഒക്കെ പ്രസൻസ് കൊണ്ടാണ്. മെസ്സിലേക്ക് കഴിക്കാനൊക്കെ പോവാം ഗൈസ്. അവിടെ മെസ്സാ. ആർമിക്കാർ ആഹാരം കഴിക്കുന്നുണ്ടോ? ആർമിക്കാർ ആഹാരം കഴിക്കുന്ന കണ്ടോ?